ഇതിൽ സത്യത്തിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായിട്ട് 2 തെരഞ്ഞെടുപ്പിൽ തോറ്റു. അത് വളരെ പരീക്ഷണിതമായ അവസ്ഥയിലാണ്. 10 കൊല്ലം അധികാരത്തിന് പുറത്തേക്ക് വെച്ചാൽ പണമില്ലാതായി എന്നാണ്. നേതാക്കന്മാർക്ക് അനുയായികളുടെ മേലെ ഉള്ള സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി അധികാരത്തിൽ എങ്ങനെയും വരണം. അതിനു വേണ്ടിയിട്ട് ഈ മുങ്ങി ചാകാൻ പോകുന്നവൻ ഏത് കച്ചി തുരുമ്പിൽ കയറി പിടിക്കുന്നു പറഞ്ഞ പോലത്തെ പിടുത്തമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തുച്ഛാൽ തുച്ഛമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശം മുസ്ലിം ലീഗിനെ ഇല്ലായ്മ ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് വരണം എന്നുള്ളത്. മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കേണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. പക്ഷേ മുസ്ലിം ലീഗുകാർക്ക് അത്ര ചിന്തിക്കാനുള്ള ശക്തിയില്ല. ഒന്നാമത് ചിന്താശക്തിയുള്ള ആളുകൾ ലീഗിലില്ല. കോൺഗ്രസ് പോലത്തെ ഒരു പ്രസ്ഥാനമാണത്. ഭാവിയിൽ എന്ത് സംഭവിക്കും, മുസ്ലിം ലീഗ് പാർട്ടി ഇല്ലെങ്കിൽ സമുദായത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കാനുള്ള ത്രാണിയൊന്നും അവിടെ ഉള്ളവർക്കില്ല. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിലുള്ള ആളുകൾ വളരെ ബുദ്ധിമാന്മാരാണ്. മുസ്ലിം ലീഗിൽ ബുദ്ധിയുള്ള ആരുമില്ല, അല്ലെങ്കിൽ ചിന്താശക്തിയുള്ള ആളുകളില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ലീഗുകാരുടെ തലക്കകത്തിരുന്ന് ചിന്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ലീഗിന്റെ അജണ്ട തീരുമാനിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ഹിജാബിന്റെ വിഷയം തന്നെ നോക്കിയാൽ മതി. ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോ. ഇതിൽ സത്യത്തിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായിട്ട് 2 തെരഞ്ഞെടുപ്പിൽ തോറ്റു. അത് വളരെ പരീക്ഷണിതമായ അവസ്ഥയിലാണ്. 10 കൊല്ലം അധികാരത്തിന് പുറത്തേക്ക് വെച്ചാൽ പണമില്ലാതായി എന്നാണ്. നേതാക്കന്മാർക്ക് അനുയായികളുടെ മേലെ ഉള്ള സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി അധികാരത്തിൽ എങ്ങനെയും വരണം. അതിനു വേണ്ടിയിട്ട് ഈ മുങ്ങി ചാകാൻ പോകുന്നവൻ ഏത് കച്ചി തുരുമ്പിൽ കയറി പിടിക്കുന്നു പറഞ്ഞ പോലത്തെ പിടുത്തമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തുച്ഛാൽ തുച്ഛമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശം മുസ്ലിം ലീഗിനെ ഇല്ലായ്മ ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് വരണം എന്നുള്ളത്. മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കേണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. പക്ഷേ മുസ്ലിം ലീഗുകാർക്ക് അത്ര ചിന്തിക്കാനുള്ള ശക്തിയില്ല. ഒന്നാമത് ചിന്താശക്തിയുള്ള ആളുകൾ ലീഗിലില്ല. കോൺഗ്രസ് പോലത്തെ ഒരു പ്രസ്ഥാനമാണത്. ഭാവിയിൽ എന്ത് സംഭവിക്കും, മുസ്ലിം ലീഗ് പാർട്ടി ഇല്ലെങ്കിൽ സമുദായത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കാനുള്ള ത്രാണിയൊന്നും അവിടെ ഉള്ളവർക്കില്ല. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിലുള്ള ആളുകൾ വളരെ ബുദ്ധിമാന്മാരാണ്. മുസ്ലിം ലീഗിൽ ബുദ്ധിയുള്ള ആരുമില്ല, അല്ലെങ്കിൽ ചിന്താശക്തിയുള്ള ആളുകളില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ലീഗുകാരുടെ തലക്കകത്തിരുന്ന് ചിന്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ലീഗിന്റെ അജണ്ട തീരുമാനിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ഹിജാബിന്റെ വിഷയം തന്നെ നോക്കിയാൽ മതി. ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോ. UDF എന്ന് പറഞ്ഞ സാധനം തകർന്ന് തരിപ്പണമായി പോകും.